ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. ഇന്നലെയാണ് IPLൻ്റെ റീടെൻഷൻ ആൻഡ് റിലീസ് ലിസ്റ്റ് പുറത്തുവിട്ടത്. അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഏതായാലും അതിലെ കൂടുതൽ വിശദാംശങ്ങൾ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഡിസംബർ 16-ാം തീയതിയാണ് ഓപ്ഷൻ നടക്കുന്നത്. അബുദാബിയിൽ വെച്ചുകൊണ്ടാണ് ലേലം നടക്കുക. ഒരു പിടി സൂപ്പർ താരങ്ങൾ ഇത്തവണത്തെ ലേലത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ലേലത്തിൽ വലിയ രൂപത്തിലുള്ള ഒരു ചലനങ്ങളും സംഭവ ബഹുലങ്ങളും ഒക്കെ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ഓരോ ടീമിൻ്റെയും വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആകെ 77 സ്ലോട്ടുകളാണ് ഇനി ടീമുകൾക്ക് അവശേഷിക്കുന്നത്. അതായത് 77 താരങ്ങളായിരിക്കും വരുന്ന ഓപ്ഷനിൽ വിറ്റ് പോവുക. അതിൽ 31 വിദേശ താരങ്ങളായിരിക്കും. അതുപോലെ തന്നെ 56 ഇന്ത്യൻ താരങ്ങളുടെയും സ്ലോട്ട് അവിടെ ഫില്ല് ചെയ്യപ്പെടാനുണ്ട് എന്നുള്ളതാണ്. ഈ 77 താരങ്ങൾക്കായി ആകെ 237.55 കോടി രൂപയാണ് ചിലവഴിക്കപ്പെടാൻ സാധിക്കുക. എല്ലാ ടീമുകളുടെയും ബാലൻസ് ആയിക്കൊണ്ട് 237 കോടി രൂപയാണ് വരുന്നത്. ഇനി ഓരോ ഫ്രാഞ്ചൈസിയുടെയും കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആകെ 16 താരങ്ങളാണ് അവർക്കിപ്പോൾ ഉള്ളത്. അതിൽ 4 വിദേശ താരങ്ങളാണ്. ആകെ 81.6 കോടി രൂപയാണ് അവർ ചിലവഴിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ബാലൻസ് വരുന്നത് 43.4 കോടി രൂപയാണ്. 9 സ്ലോട്ടുകളാണ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് പുതിയതായി കൊണ്ട് CSK 9 താരങ്ങളെ കൊണ്ടുവരും. അതിൽ 4 വിദേശ താരങ്ങളായിരിക്കും. 4 വിദേശ സ്ലോട്ടുകൾ അവർക്ക് ബാക്കിയുണ്ട്. ഇനി ഡൽഹി ക്യാപിറ്റൽസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 17 താരങ്ങളാണ് നിലവിൽ അവർക്കുള്ളത്. അതിൽ 3 വിദേശ താരങ്ങൾ അവർക്കുണ്ട്. ഇതുവരെ 103.2 കോടി രൂപ അവർ ചിലവഴിച്ചു. ഇനിയിപ്പോൾ 21.8 കോടി രൂപയാണ് ബാക്കിയുള്ളത്. 8 സ്ലോട്ടുകൾ ലഭ്യമാണ്. അതായത് പുതിയതായി കൊണ്ട് 8 താരങ്ങളെ കൊണ്ടുവരാൻ കഴിയും. അതിൽ 5 വിദേശ താരങ്ങളെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ്. ഇനി ഗുജറാത്ത് ടൈറ്റൻസിന്റെ കാര്യത്തിലേക്ക് വരാം. 20 താരങ്ങൾ അവർക്കുണ്ട്. 4 വിദേശ താരങ്ങളുണ്ട്. 112 കോടി രൂപയാണ് അവർ ചിലവഴിച്ചിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളത് 12.9 കോടി രൂപയാണ്. 5 സ്ലോട്ടുകൾ അവൈലബിൾ ആണ്. അതിൽ 4 വിദേശ താരങ്ങളുടെ സ്ലോട്ടാണ്. കൊൽക്കത്തയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കേവലം 12 താരങ്ങൾ മാത്രമാണ് ഇപ്പോൾ അവർക്കുള്ളത്. അതിൽ 2 വിദേശ താരങ്ങളാണ് ഉള്ളത്. 60 കോടി രൂപ മാത്രമാണ് അവർ ചിലവഴിച്ചിട്ടുള്ളത്. 64 കോടി രൂപ അവർക്ക് ബാക്കിയുണ്ട്. 13 താരങ്ങളെ കൊണ്ടുവരാൻ അവർക്ക് കഴിയും. അതിൽ 6 വിദേശ താരങ്ങളെ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കും. LSGയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 19 താരങ്ങളാണ് അവരുടെ സ്ക്വാഡിൽ ഉള്ളത്. അതിൽ 4 വിദേശ താരങ്ങളാണ്. 102 കോടി രൂപ അവർ ചിലവഴിച്ചു. 22 കോടി രൂപയാണ്, ഏകദേശം 23 കോടി രൂപയാണ് അവർക്ക് ബാക്കിയുള്ളത്. 6 സ്ലോട്ടുകൾ അവൈലബിൾ ആണ്. അതിൽ 4 വിദേശ സ്ലോട്ടാണ്. മുംബൈ ഇന്ത്യൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 20 താരങ്ങൾ ഇപ്പോൾ അവർക്കുണ്ട്. അതിൽ 7 താരങ്ങൾ വിദേശ താരങ്ങളാണ്. 122 കോടി രൂപ ചിലവഴിച്ചു. ഇനിയിപ്പോൾ കേവലം 2.75 കോടി രൂപ മാത്രമാണ് ബാക്കിയുള്ളത്. 5 താരങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ട്. അതിൽ 1 വിദേശ താരത്തെ മാത്രമാണ് അവർക്ക് എത്തിക്കാൻ സാധിക്കുക. ഇനി പഞ്ചാബ് കിങ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 21 താരങ്ങളെ അവർക്കിപ്പോൾ ലഭ്യമാണ്. അതിൽ 6 വിദേശ താരങ്ങൾ ഉണ്ട്. 113 കോടി രൂപ ചിലവഴിച്ചു. 11 കോടി രൂപയാണ് ബാക്കിയുള്ളത്. 4 സ്ലോട്ടുകൾ ലഭ്യമാണ്. അതിൽ 2 സ്ലോട്ടുകൾ വിദേശ താരങ്ങൾക്കുള്ളതാണ്. RCBയുടെ പക്കലിൽ ഇപ്പോൾ 17 താരങ്ങൾ ഉണ്ട്. അതിൽ 6 വിദേശ താരങ്ങളാണ്. 108 കോടി രൂപ ചിലവഴിച്ചു. 16 കോടി രൂപയാണ് ബാക്കിയുള്ളത്. അതുപോലെ തന്നെ 8 സ്ലോട്ടുകൾ അവൈലബിൾ ആണ്. അതിൽ 2 വിദേശ താരങ്ങളുടെ സ്ലോട്ടാണ്. രാജസ്ഥാൻ റോയൽസിന് നിലവിൽ 16 താരങ്ങൾ ഉണ്ട്. 7 വിദേശ താരങ്ങളുണ്ട്. ഏകദേശം 109 കോടി രൂപ അവർ ചിലവഴിച്ചു. 16 കോടി രൂപയാണ് ബാക്കിയുള്ളത്. ഇനിയിപ്പോൾ 9 സ്ലോട്ടുകൾ ലഭ്യമാണ്. അതിൽ 1 മാത്രമാണ് വിദേശ സ്ലോട്ട് ഉള്ളത്. SRHന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 15 താരങ്ങളാണ് അവർക്കുള്ളത്. 6 വിദേശ താരങ്ങൾ അവർക്കുണ്ട്. 99 കോടി രൂപയാണ് അവർ ചിലവഴിച്ചിട്ടുള്ളത്. 25 കോടി രൂപ ബാക്കിയുണ്ട്. 10 സ്ലോട്ട് ലഭ്യമാണ്. 2 വിദേശ സ്ലോട്ടുകളാണ് അവർക്ക് ലഭ്യമായിട്ടുള്ളത്. ആകെ 173 താരങ്ങളാണ് ഇപ്പോൾ എല്ലാ ടീമിൻ്റെയും സ്ക്വാഡിലായിട്ട് ഉള്ളത്. അതിൽ 49 വിദേശ താരങ്ങളാണ്. ആകെ 1012 കോടി രൂപയാണ് ക്ലബ്ബുകൾ ചിലവഴിച്ചിട്ടുള്ളത്. 237 കോടി രൂപയാണ് ബാക്കിയുള്ളത്. 77 സ്ലോട്ടുകളാണ് ബാക്കിയുള്ളത്. അതിൽ 31 സ്ലോട്ടും വിദേശ താരങ്ങളുടെ സ്ലോട്ടുകളാണ്. ഇത്രയും വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും ലിയാം ലിവിങ്സ്റ്റൺ, ഡേവിഡ് മില്ലർ, ആന്ദ്രേ റസൽ, അതുപോലെ തന്നെ ഗ്ലെൻ മാക്സ്വെൽ തുടങ്ങിയ പല സുപ്രധാന താരങ്ങളും വരുന്ന ഓപ്ഷനിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ സംഭവ ബഹുലമായ ഒരു ഓപ്ഷനാണ് എല്ലാവരും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.